ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കയറി ചെല്ലുന്ന പാത തകർന്ന് കാൽനട വാഹനയാത്ര ദുഷ്കരമായി. വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളുമടക്കം കടന്നുപോകുന്ന പാതയ്ക്കാണ് ഈ ദുർഗതി. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പാത നവീകരിച്ച് കാൽനട വാഹനയാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായി. ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, സ്കൂൾ മൈതാനം എന്നിവിടങ്ങളിലേക്ക് കയറി ചെല്ലുന്ന പ്രധാന പാതയാണിത്. വർഷങ്ങൾക്ക് മുൻപ് ഈ പാത കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചതാണ്. ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയില്ല. കാലക്രമേണ ഈ പാത തകർന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ പാത പൂർണ്ണമായും തകർന്ന് കാൽനട വാഹനയാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ഏലപ്പാറയിലെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വഴിയാണിത്. ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂള്, പഞ്ചായത്ത് മിനി സ്റ്റേഡിയം, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ സ്റ്റേഡിയത്തിലേക്കുമുള്ള വഴിയാണിത്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. യാതൊരുവിധ പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ റോഡിന് അതിൻ്റെ ഉടനെ ഒരു നിർമ്മാണം നടത്തി ആ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ ബസ്സുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ കടന്നുപോകുന്ന പ്രധാന പാത നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. നിലവിൽ ഈ പാതയുടെ വിവിധ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് തകർന്ന കമ്പികൾ തെളിഞ്ഞു നിൽക്കുകയാണ്. ചില ഭാഗങ്ങളിൽ കാൽനടയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച് ഇരുമ്പ് കമ്പികൾ പൊങ്ങി നിൽപ്പുമുണ്ട്. ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.